എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ലൈവ് വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്കും ചെറിയൊരു വിഷയം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ സ്ട്രൈക്കിൻ്റെ ആണ് വ്യൂ പറയാറ്, പക്ഷേ ആ വ്യൂ നമുക്ക് കിട്ടിയില്ല. അതായത് നമുക്ക് ഇപ്പോൾ 2 ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ലാപ്ടോപ്പും അതേപോലെ 29 ഇഞ്ചിൻ്റെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിൽ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് മാറ്റിയപ്പോൾ നമുക്ക് സ്ട്രൈക്കല്ല റെക്കോർഡിങ്ങിൽ കിട്ടിയത് നമുക്ക് ഫ്യൂച്ചർ 30 മിനിറ്റും 15 മിനിറ്റ്സുമാണ് കിട്ടിയത്. അതിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം, രാവിലെ നമ്മൾ പ്രീ ഓപ്പൺ മാർക്കറ്റ് അനലൈസിൽ നമ്മൾ പറഞ്ഞത് ക്യാൻഡിൽ 4, 4, 8, 4, 12 ക്യാൻഡിൽ ഇന്ന് കൺസോൾട്ടേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിലും അറിയാം. ഡെയിലി വ്യൂ ഇടുന്ന ഒരു നമ്മുടെ ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചുരുക്കം ഞാൻ പറയാം. അതുകൂടാതെ നമുക്കിന്ന് രാവിലത്തെ വീഡിയോ കിട്ടിയിട്ടില്ല. 2 സെക്ഷൻ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിപ്പോയി. അതിൽ 3 വീഡിയോസാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഒന്ന് കാണിക്കാം. അതിനോടുകൂടെ നമുക്ക് ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു 3 വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വീഡിയോ നമുക്ക് 11:15 റെക്കോർഡായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിട്ട് 1:15 റെക്കോർഡായിട്ടുണ്ട്, 3:15 റെക്കോർഡായിട്ടുണ്ട്. പക്ഷേ ഇതിന് താഴത്തോട്ടുള്ള 9:15, 10:15 2 വീഡിയോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റും ഞാനൊന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ വീഡിയോ ആണ് ഇന്ന് ലൈവിൽ വന്നേക്കണത്. അപ്പോൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സാധാരണ സ്ട്രൈക്കിനെ പറ്റിയിട്ടാണ്. പക്ഷേ ഫ്യൂച്ചറിൻ്റെ മൂവാണ് നടന്നിരിക്കണത്. ആ ഫ്യൂച്ചറിൻ്റെ മൂവ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ 130 എന്നുള്ളൊരു ടാർഗറ്റ് ആദ്യം 150ലേക്കും അതിനുശേഷം 167ലേക്കും 2 രീതിയിലാണ് നമ്മൾ ഇന്ന് ടാർഗറ്റ് എടുത്തത്. അതിനുശേഷം പിയിൽ ചെറിയൊരു മൂവ്മെൻറ്റും 3 PM ടൈമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്രയധികം പക്ക കൺസോൾട്ടേഷൻ ആയിട്ടും നമുക്ക് കുറച്ച് പേർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ പബ്ലിക് ടെലഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് സ്ക്രീൻ കാണുമ്പോഴും അല്ലെങ്കിൽ വാക്കുകൾ കേൾക്കുമ്പോഴും കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ വ്യൂ
കറക്റ്റാണ്. ഡെയിലി എത്ര കൺസോൾട്ടേഷൻ ആണെങ്കിലും നമുക്കൊരു വ്യൂവിനനുസരിച്ചിട്ട് നമുക്കൊരു എന്താ പറയണ്ടേ, വ്യൂ അനുസരിച്ചിട്ട് നമുക്കൊരു പ്രോഫിറ്റ് എത്ര കൺസോൾട്ടേഷൻ ട്രേഡ് ആണെങ്കിലും നമുക്ക് കാത്തിരുന്നാൽ ഒരു എൻട്രി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഇന്ന് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലോസ് ആയതുകൊണ്ട് പോസ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു തോന്നലൊക്കെ പലർക്കും തോന്നാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിൽ മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ ആ ലോവിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. 144 മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. വൺസ് അഗെയിൻ അതൊന്നുകൂടെ ഒന്ന് ബ്രേക്ക് ആയാൽ മാത്രമാണ് 153 മാർക്കറ്റ് പോകത്തുള്ളൂ. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വീക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങോട്ട് കയറ്റി വെച്ചാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. 10:13 ആയിട്ടുണ്ട്. 10:14 ഒരു മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു മിനിറ്റിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങൾ, ചിലപ്പോൾ റെഡ് ക്യാൻഡിൽ വന്നാൽ 138 വന്നിട്ട് സപ്പോർട്ട് എടുക്കും. അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് എന്ന് പറയുമ്പോൾ ഒരു 138 വന്നിട്ട് മേ ബി സപ്പോർട്ട് എടുത്തേക്കാം. അതർവൈസ് അത്രയും വരാതെ മാർക്കറ്റ് ഒറ്റയടിക്ക് മുകളിലോട്ട് പോയേക്കാം. അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. 10:15 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. അപ്പം അതൊരു ഫ്ലക്ച്വേഷൻ നടന്നാൽ മാത്രമാണ് റിവേഴ്സ് മാർക്കറ്റ് വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം കയറി മുകളിലോട്ട് പോകണം. കാരണം ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല നിലവിലുള്ള ക്യാൻഡിലിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ലോ 138 പ്രതീക്ഷിക്കുന്നതേ ഉള്ളൂ. അതനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു 10 പോയിന്റ് നമുക്ക് കിട്ടി. എഗെയിൻ 134 നിന്ന് 144 വരെ എഗെയിൻ ഒരു 10 പോയിന്റ് കിട്ടി. 20 പോയിന്റ്. അങ്ങനെ കണക്ക് കൂട്ടിയാലും നമുക്ക് 20 പോയിന്റ് ആണ്. ഓക്കെ, ബ്രേക്ക് ആവാനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ 142 ഇട്ടൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയം വരില്ല. കാരണം ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. 145 പോയാൽ ആദ്യത്തെ ഒരു ട്രിഗർ പ്രൈസ് 150. കുറച്ചും കൂടെ പോകാനുണ്ട്. 25,360 ലൈൻ എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അതെനിക്കിവിടെ വേറെ സ്ക്രീനിലാണ് കാണുന്നത്. $147. കാരണം ഇത്തിരി സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഏരിയ ആണ്. ഇവിടെ ഇത്രയും കൺസോൾട്ടേഷൻ ഉള്ള ഒരു ഏരിയ ആണ്. അത് നിസ്സാരമായിട്ട് നമ്മളതിനെ കാണരുത്. അതിന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ശക്തി വേണം. നല്ല ശക്തിയിൽ തുറക്കുമ്പോഴത്തേക്കും ആ തുറക്കുന്ന ക്യാൻഡലിന് ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഫെയിലായി പോയി കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ താഴ്ത്തോട്ടും പോരും. അതായത് പേടിച്ചോടുക. അതായത് ഇവിടെ ശക്തി ഉണ്ടെങ്കിൽ കോട്ട തകർത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം, വളരെ സ്ട്രെങ്ത് ആയിരിക്കും. പക്ഷെ അത് ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ അതേപോലെ പേടിച്ച് താഴ്ത്തോട്ട് പോകും. അപ്പം അങ്ങനെയുള്ള വേണം നമ്മളിവിടെ കാണാനായിട്ട്. ഇപ്പോൾ ഒരു 144 ഭാഗത്തേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാലും 10 പോയിന്റ് അലോക്ക് ചെയ്ത് വെച്ചിരിക്കണം. 148, 150 ഇനിയുള്ള ഒരു റിജക്ഷൻ പോയിന്റ്. 150 ബ്രേക്ക് ചെയ്താൽ 53 നമ്മൾ ഫൈനലി പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 25,377 മാക്സിമം കയറ്റി ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ കളയരുത്. 148, $149. ഓ, 150, 149.70, 150. ഓക്കെ, ആദ്യത്തെ ട്രിഗർ പ്രൈസ് ആണ് 150. 150 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത 153 ലെവലിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ.
പോകാനുണ്ട്, പ്രതീക്ഷയുണ്ട്, കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും. കാരണം 25,370 ഫ്യൂച്ചറിന്റെ ചാർട്ട് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല, എനിക്ക് സെക്കൻഡ് ചാർട്ടിലേ കാണാൻ പറ്റത്തുള്ളൂ. 150 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇനി 153 പോവുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിഗർ പോയിന്റ് ആണ് 150. അപ്പോൾ ഈ ക്യാൻഡലിന്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ട്? 150.70 വരെ പോയിട്ടുള്ളൂ. 150 എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത്. ഇനി 151 ബ്രേക്ക് ചെയ്താൽ 153 പോകും. പോകാതെ ഒന്നും ഇരിക്കില്ല, കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും പോട്ടെ. കാരണം ഇവിടെ RSI ഇത് ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് ഡോജി ക്യാൻഡിൽ ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത 53 ലോ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് താഴത്തോട്ട് സപ്പോർട്ട് എടുക്കാനായിട്ട് 142 139 ഭാഗത്തേക്ക് മാർക്കറ്റ് ഫാൾ ആവും. അപ്പം 150 ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് 151 ബ്രേക്ക് ചെയ്യുമ്പോൾ 53 2 പോയിന്റ് എടുക്കാം, പ്രശ്നങ്ങളില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ചാർട്ടിൽ 25,377 ലെവലാണ് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2 മിനിറ്റിന്റെ ക്യാൻഡിൽ ഒരു ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മോർണിംഗ് സ്റ്റാർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിയിൽ നോക്കണം. അവിടെ ഒരു കൺഫേം മൂവ്മെന്റ് എവിടെയാണ്? ഒരു 155 ഈ ലെവലിലേക്ക് ഹയർ വിക്ക് വന്നിട്ടില്ല, 157 ലെവലിലേക്ക്. അപ്പോൾ ഒരു റീടെസ്റ്റിന് വേണ്ടി 160 പോവോ എന്നുള്ള കാര്യം മാത്രം നമുക്ക് ഇനി നോക്കിയാൽ മതി. അമ്മേ, അപ്പോൾ നമ്മൾ ഈ ബ്ലൂ ലൈൻ വരച്ചിട്ട് അവിടെ നിന്നുള്ള സേഫ് സോണാണ്. റീടെസ്റ്റിലേക്ക് 160 നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലേക്കാണ് പി വന്നത്. അത് 163 വരെ പോകുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കയറേണ്ട സ്ഥലത്ത് കയറുക, ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് ആക്കാനായിട്ട് പറ്റും. നമ്മൾ മാക്സിമം പറഞ്ഞത് 150 150.70 വരെ പറഞ്ഞിട്ടുള്ളൂ, പോയിട്ടുള്ളൂ. അപ്പോൾ ആ 150 ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അതിനുശേഷം എന്തുകൊണ്ട് അവിടെ നിന്ന് റിവേഴ്സ് ആയി? ഇവിടെ നിന്ന് 154 മുതൽ 160 വരെ റീടെസ്റ്റിന് വേണ്ടി മാർക്കറ്റ് പോയിട്ടുണ്ട്. ആ റീടെസ്റ്റ് 163 വരെ പോകുമെന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 6 പോയിന്റ്, ഇവിടെ 134 16 ഇവിടെ ഓക്കെ 163 ടച്ച് ചെയ്ത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു വര ഇട്ടത് എന്താ? ഈ പിൻബാറിന്റെ മുകളിലോട്ട് പോയ ഫ്രീ സ്പേസ് ആണ്. അപ്പം 155 മുതൽ 160 വരെ 5 പോയിന്റ് കൂട്ടും. 55 കൂട്ടിയാലും മതി, 61 വരെ വേണ്ട 5 പോയിന്റ് കൂട്ട്. ഇവിടെ 134 150 വരെ 16 പോയിന്റ്, 16 5 21. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ 10 പോയിന്റൊക്കെ മൂവ്മെന്റ് ആയിട്ടുണ്ടെങ്കിലും 5 പോയിന്റ് കൂട്ട്. 5 പോയിന്റ് കൂട്ടിയാലും ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ എത്രയായി? ഏറ്റവും കുറച്ച് കൂട്ടിയാൽ തന്നെ 15 5 20 25 പോയിന്റ്. പിന്നെ രാവിലെ അതല്ലാതെ 2 3 പോയിന്റ് സ്കാൽപ്പ് ചെയ്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ എനിവേ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ 164 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 169 മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ അതേപോലെയാണ് മാർക്കറ്റ് ഇന്നും ബിഹേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു ഡൗൺ നമ്മൾ പ്രതീക്ഷിച്ചത് എങ്ങോട്ടാ? 139 പ്രതീക്ഷിച്ചത്. പക്ഷെ എന്തുകൊണ്ട് അത് 135 34 വരുന്നു എന്ന് വെച്ചാൽ ഇവിടെ SMA ടച്ച് ചെയ്യാൻ വേണ്ടി പോയതുകൊണ്ടാണ്, റീടെസ്റ്റിന് വേണ്ടി പോയതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അപ്പോൾ അവിടെ റീടെസ്റ്റിന് വേണ്ടി മുട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡില് അവിടെ നിന്ന് താഴത്തോട്ട് നേരെ വരികയാണെങ്കിൽ 139 ബ്രേക്ക് ചെയ്ത് എഗെയിൻ സി മൂവ് ചെയ്യും. 163 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകുന്നുണ്ട്. ഇപ്പൊ താഴത്തു നിന്നൊക്കെ ഒരു എൻട്രി നമുക്കൊരു ഇവിടെ നിന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 158 ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് മാർക്കറ്റ് 169 പോകുമെന്ന് നോക്കാം. അതല്ലാതെ ഇവിടെ എൻട്രി എടുക്കുന്നത് അത്ര വലിയ ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. മാർക്കറ്റ് പിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്.
നമ്മൾ എടുക്കുമായിരുന്നെങ്കിൽ 155 എടുത്തിട്ട് 158 വല്ലതും സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചാലേ രക്ഷയുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഇതൊരു റീടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ചു താഴത്തോട്ട് എഗെയിൻ പോരും. അതല്ലാത്ത പക്ഷം മാത്രം നിലവിലുള്ള ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 169 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പം അതിന്റെ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഒരു 161 കയറ്റി വെച്ചാലും വലിയ വിഷയമില്ല. കാരണം ഈ പി സി ഈ 134 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി വരാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 114 സപ്പോർട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടും ഉണ്ട്, ഇവിടെ ഒരു ബ്രേക്കിംഗ് പൊസിഷനിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. വേണമെങ്കിൽ രണ്ടും എൻട്രി എടുക്കാം. ഇതിൽ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടാം. 158 58ന്റെ താഴെ ഇവിടെയും 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടാം. ഹെഡ്ജ് ചെയ്ത് വെക്കാം ഇങ്ങനെയുള്ള സ്ഥലത്ത്. അപ്പോൾ 162 69 അറ്റ്ലീസ്റ്റ് ഒരു 72 വരെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 10 പോയിന്റും കിട്ടും, ഇവിടത്തെ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോവുകയും ചെയ്യും. നേരെ മറിച്ച് ഇത് എഗെയിൻ 153 ഇട്ട് പോവുകയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 140 തൊട്ട് 13 പോയിന്റ് കിട്ടും. അങ്ങനെ 13 പോയിന്റ് കിട്ടിയാലോ ഇവിടെ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യം രണ്ടും 5 പോയിന്റ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് 5 പോയിന്റോ 6 പോയിന്റോ ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്തിട്ട് 130 താഴത്തോട്ട് വരുമ്പോൾ വിടുക. അപ്പം അങ്ങനെ ചെയ്താലും നമുക്ക് രണ്ട് സൈഡിൽ നിന്നും അപ്പം ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുന്ന ഏരിയ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ നിന്ന് കയറുമ്പോൾ നമുക്ക് ഹെഡ്ജ് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും. രണ്ടും ഒരു 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടുക. എന്നിട്ട് 10 പോയിന്റ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? ആ പ്രോഫിറ്റ് കിട്ടിയതിന്റെ സ്റ്റോപ്പ് ലോസ് ഒരു 5 പോയിന്റിലേക്ക് കയറ്റി വെക്കണം. ഇൻ കേസ് റിവേഴ്സ് ആയാലും അപ്പുറത്ത് പോയ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇപ്പുറത്ത് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. സിയില് ഇവിടെ നിന്നൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് സപ്പോർട്ട് ഏരിയ 121 സെക്കൻഡ് സപ്പോർട്ട് ഏരിയ 114. അപ്പൊ ഇത്രയും വലിയൊരു ഡെപ്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ സി നല്ല രീതിയിൽ ഇവിടെ പരിശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പി 160 താഴത്തേക്ക് 158 താഴത്തേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ആര് ശ്രമിക്കുന്നുണ്ട്? പിക്കാരും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എവിടെയെങ്കിലും നമുക്കൊരു 10-15 പോയിന്റ് കിട്ടുമെന്നാണ് നമ്മൾ നോക്കണേ. നൂറ്റി 139 ഒരു 140 ബ്രേക്ക് ചെയ്യാതെ സിയും മൂവ് ചെയ്യില്ല. നിലവില് ഒരു വിക്കിലാണ് ഒരു 166 എന്നുള്ള ടിപ്പിലാണ് പോയി ഇടിച്ചു നിൽക്കുന്നത്. 61 5 66 5 പോയിന്റ് അവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനി ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ ഏതാണെന്ന് നോക്കാം. ഇപ്പൊ നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. 58 55 മേജർ ആയിട്ടുള്ള സപ്പോർട്ട് സോണ്. ആ 55 പി ഫാളായി കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് എടുക്കുന്നത് 135 പിന്നെ താഴത്തോട്ട് വന്നാൽ 97 ഭാഗത്തേക്ക് മാർക്കറ്റ് ഫാളാവും. ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുകയാണ്. അതേപോലെ ഫ്യൂച്ചറിന്റെ ചാർട്ടില് 25 305 നിലവിലെ ലെവലിൽ നിന്ന്, എന്നാലും നിങ്ങൾക്ക് ചാർട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫ്യൂച്ചറിന്റെ കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള മാർക്കറ്റ് ഒരു എന്താ പറയണ്ടേ, ഒരു വൺ സൈഡ് മൂവ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ അതേപോലെ ആയിരിക്കും മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സപ്പോർട്ടിങ് സോൺ നമുക്ക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാം. ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്.
167 കൺസോൾട്ടേഷൻ സോണാണ്. 167 എന്നുള്ളത് കൺസോൾട്ടേഷൻ സോണാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസോൾട്ടേഷനാണ്. കൺസോൾട്ടേഷൻ മുകളിലോട്ട് പോയാൽ പി 175 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യും. 175 ബ്രേക്ക് ചെയ്ത 185, 185 ബ്രേക്ക് ചെയ്ത അടുത്ത ഏരിയ എന്ന് വെച്ചാൽ 192ആണ്. ഇത് നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി ഇറക്കിയേക്കണ പോലെയുള്ള ഒരു സിമിലാരിറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 1.5 ദിവസം കൊണ്ട് ഇറങ്ങിയ സാധനം ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമിൽ കയറിക്കഴിഞ്ഞാൽ 192ആണ് ഫൈനൽ ടാർഗറ്റ്. ഏകദേശം പിയിൽ RSI ഹൈവേയിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. 167 കൺസോൾട്ടേഷൻ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തായാലും 192 കൊണ്ട് നിർത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്, വളരെ ഫാസ്റ്റായിട്ട്. ഇതിന് മുഖത്തോട്ട് പോകണം. 155 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. 55 6 പോയിന്റ് നിലവിൽ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്ന ഏരിയ 154 ഭാഗത്തേക്കായിരിക്കും സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ 140 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് CE എങ്ങോട്ട് പോവുള്ളൂ. 139 140 ബ്രേക്ക് ചെയ്താൽ 142 144 ഭാഗത്തേക്ക്. എനിക്ക് ആ സ്ട്രൈക്കിൽ അത്ര വലിയൊരു സുഖം തോന്നുന്നില്ല. നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടിയായിരുന്നെങ്കിൽ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കായിരുന്നു. RSI സിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ എത്ര മണിയായി? ഇപ്പോൾ മണി 10:38. ഭാഗ്യമുണ്ടെങ്കിൽ ഫ്യൂച്ചർ 25,360 ഒന്ന് ബ്രേക്ക് ചെയ്തൊന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ 25,377 പോയി നിൽക്കത്തുള്ളൂ. പത്ത് 39 10:45 ക്യാൻഡിൽ കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 30 മിനിറ്റിലും RSI ഡൈവർജൻസ് ആയി വരുന്നുണ്ട്. അതായത് 15 മിനിറ്റ്സിലും അപ്പർ സൈഡ്, 30 മിനിറ്റിലും അപ്പർ സൈഡ്, 2 മിനിറ്റിലും അപ്പർ സൈഡിലേക്കാണ് RSI വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുന്ന ക്യാൻഡിൽ വളരെ ബിഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 153 ഇറങ്ങാൻ പറ്റിയേക്കാം. 142 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ C പോകണം. നൂറ്റി 40 142 ചെറിയൊരു സ്ട്രഗിളിങ് അവിടെ നടക്കുന്നുണ്ട്. 144 കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഒരു മിനിറ്റ് കൂടെ ഉണ്ട് 10:45 ക്യാൻഡിൽ ഓൺ ആവാനായിട്ട്. അപ്പം അത് സെറ്റിൽ ചെയ്യാനുള്ള ടൈമാണ്. 142 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് 134 മാർക്കറ്റ് പോയത് 146 വരെയാണ്. 34 10 44 12 പോയിന്റ്. അപ്പോൾ 12 പോയിന്റിലാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇപ്പുറത്ത് 5 പോയിന്റ് 6 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്താലും ഓൾമോസ്റ്റ് ഇപ്പുറത്ത് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതല്ല ഒന്നും കൂടെ ട്രെയിൽ ചെയ്ത് സിംഗിൾ ഷോട്ട് എടുത്ത ആളുകളാണെങ്കിൽ ട്രെയിൽ ചെയ്ത് ഇപ്പോൾ കുറച്ച് 2 3 പോയിന്റ് കയറ്റി വെച്ചാലും കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 10 പോയിന്റിൽ 2 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കുക. പിന്നെ ഒരെണ്ണത്തിൽ 5 പോയിന്റിന്റെ മേളിലോട്ട് പോകുമ്പോഴത്തേക്കും ആ 5 പോയിന്റ് ഒന്നെങ്കിൽ കയറ്റി വെക്കാം, ഇല്ലെങ്കിൽ 10 പോയിന്റിൽ നമ്മൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം. അപ്പം 5 പോയിന്റ് ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. നമുക്ക് അങ്ങനെ ട്രെയിൽ ചെയ്ത് എടുക്കാം. അപ്പോൾ 30 മിനിറ്റിൽ RSI സിയിലേക്ക് അനുകൂലമായിട്ട് വന്ന് നിൽക്കുകയാണ്. 15 മിനിറ്റ്സിൽ 25 365 ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ആ 25 365 ബ്രേക്ക് ചെയ്താൽ നമ്മൾ രാവിലെ തൊട്ട് പറയുന്ന ഒരു ഹയർ ലെവലുണ്ട്, 25 377. ആ ലെവലിലേക്കായിരിക്കും ഇനി മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പം അതിനു മുമ്പ് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യാനുള്ള ടൈം വരും. നമ്മളിവിടെ വരച്ച ട്രെൻഡ് ലൈൻ, അതായത് ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചത് ഒരു ഇത്തിരി പൊക്കത്താണെങ്കിലും അത് മറ്റേ ആദ്യം വരച്ച വിക്ക് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ കറക്റ്റാ. ആ ട്രെൻഡ് ലൈൻ ഇപ്പുറത്തെ വിക്ക് ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബോഡി വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്തത്. അത് എൻ്റെ മിസ്റ്റേക്കാണ്. അത് ആ വിക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് അത് വെച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒരു സപ്പോർട്ടിൽ എടുത്ത് നിൽക്കുകയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിവേ നമുക്ക് അടുത്ത മൂവ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിന്ന് എൻട്രി എടുത്തു, ഇവിടെ കയറി ഇറങ്ങി, വീണ്ടും ഇവിടെ നിന്ന് എൻട്രി എടുത്തു, വീണ്ടും ട്രെയിൽ ചെയ്ത് വെച്ച് ഇറങ്ങി. ഇവിടെ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. ഡോജി ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ 139 ഭാഗത്തേക്ക് സി ഡൗൺ ആവും. വീണ്ടും RSI ഇവിടെ ഹാഫ് പോർഷനിൽ ഡൈവർജൻസ് ആയിട്ടുണ്ട്. ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്യാനുള്ളത് 150, പറഞ്ഞു തീർന്നതിന് മുമ്പ് പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു 158ലേക്ക്. അവിടെ ഹിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 160 ബ്രേക്ക് ചെയ്താൽ, 160 58 ബ്രേക്ക് ചെയ്താൽ 160ലേക്കുള്ളൊരു മൂവ്മെന്റ് വീണ്ടും കറക്റ്റ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിരിക്കണം. നമ്മൾ ഇതൊന്ന് താത്തി ആയിരുന്നെങ്കിൽ ഇപ്പൊ കഴിഞ്ഞിട്ട് പറഞ്ഞത് കാര്യമില്ല. ഇവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു സമയം എടുക്കും. 15 ഏകദേശം ഇപ്പൊ എത്ര ക്യാൻഡിലായി രാവിലെ തൊട്ട്? 1 2 3 4 5 6 7 ക്യാൻഡിലായി ഇപ്പോൾ ഓൾമോസ്റ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. 4 4 8 4 12 ക്യാൻഡിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് 158 അഗെയിൻ റീടെസ്റ്റിന് വേണ്ടി പോയി. കാരണം അതൊരു സ്കാൽപ്പിംഗ് ആയിരുന്നു ഈ വര വെച്ചിട്ട്. പക്ഷെ നമുക്കത് വരച്ചതിന് മുമ്പേ അത് സ്കാൽപ്പ് ചെയ്ത് മുക്കത്തോട്ട് പോയി. ഇനി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ 147 ബ്രേക്ക് ചെയ്താൽ നമ്മൾ പറഞ്ഞ സ്ഥലത്താണ് സപ്പോർട്ട് എടുത്തിരിക്കണം. 139 ട്രെൻഡ് ഡോജി കണ്ടിന്യൂഷൻ ചെയ്ത് 139ലാണ് റീസപ്പോർട്ട് എടുത്തിരിക്കണേ. അപ്പൊ അവിടെ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി 147 ബ്രേക്ക് ചെയ്താൽ അടുത്ത 153ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. കാരണം പതുക്കെ പതുക്കെ RSI സിക്കും 30 മിനിറ്റിലും അനുകൂലമാണ്. 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ആയിട്ടില്ല, ക്രോസ് ഓവറിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൻമതിലാണ് ഇവിടെ നിൽക്കുന്നത്. ആ വൻമതിൽ ബ്രേക്ക് ചെയ്താൽ അടുത്തത് 153ലേക്ക്. രാവിലെ തൊട്ട് ഈ 153 നോട്ട് വെച്ചിരിക്കണം. അത് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു തന്നായിരുന്നെങ്കിൽ നമുക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്തേടാ? ആ ഞാൻ മറക്കില്ല, പറഞ്ഞോ. ആ പുറത്തിരിപ്പുണ്ട്, എടുത്തോളാൻ പറ. താഴത്ത് ഫ്രണ്ടിൽ ഇരിപ്പുണ്ടെന്ന് പറ. ഉം.
മാക്സിമം വന്നാൽ 161. ഇപ്പം ഈ വരികയാണെങ്കിലും 161 വരെ മാക്സിമം വരത്തുള്ളൂ. 161 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ RSI വീണ്ടും ഡൈവർജൻസ് ആവുന്നുണ്ട്. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ലെവൽ പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്നത്. 161 ബ്രേക്ക് ചെയ്താൽ മാത്രമേ പി മൂവ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ മൂവ് ആവത്തില്ല. ഈ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ കീപ്പ് ചെയ്യാനായിട്ട് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്, ഉറപ്പൊന്നും പറയാറായിട്ടില്ല. 161.26 ഒരു ട്രിഗർ പോയിന്റ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ 169 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ കാത്തിരുന്ന ഏരിയ ആണ് 153 എന്നുള്ള ലെവല്. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ 25,377 എന്നുള്ള ലെവല്, ആ ഒരു ലെവല് കറക്റ്റായിട്ട് കാത്തിരുന്ന ലെവലാണ്. എനിക്കിപ്പോൾ ആ 153 ബ്രേക്ക് ചെയ്തൊന്ന് സ്ട്രഗിൾ ചെയ്താൽ മാർക്കറ്റ് 167ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം 30 മിനിറ്റിൻ്റെ RSI വെച്ചിട്ട് 25,385 ഹിറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി മാർക്കറ്റിൽ സ്പേസ് ഉണ്ട്. ഇവിടെ നിന്ന് ഫൈനലി ബ്രേക്ക് ഔട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഇത് ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് മേളിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത ഏരിയ 162 5 മിനിറ്റിനെ ബേസ് ചെയ്തിട്ട് 155 അടുത്ത ആ ഒരു ഏരിയ. 155 മാർക്കറ്റ് ട്രിഗർ ചെയ്ത് നിൽക്കുന്നത്. ഇനി 2:30ക്ക് ശേഷം ഇവിടെ നിന്നൊരു മൂവ്മെന്റ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 167 ഭാഗത്തേക്ക് വൈകിട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിലാണെങ്കിലും ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ളത് 25,400 ലെവലിലേക്കാണ്. നിൽക്കുന്ന ലെവലിൽ നിന്നുള്ള മൂവ്മെന്റ് ഇനി ഹിറ്റ് ചെയ്യാനുള്ളത് 30 മിനിറ്റിൻ്റെ RSI വെച്ച് നോക്കുമ്പോൾ 25,385 ഹിറ്റ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും എന്തായാലും അടുത്ത മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ രാവിലോട്ട് പറയുന്നതാണ് 12 ക്യാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ രാവിലെ മുതൽ 153 കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെ എത്തിയ സന്തോഷം. അപ്പം നമ്മൾ കാത്തിരിക്കണം ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ 153 ഹിറ്റ് ചെയ്ത സ്ഥിതിക്ക് 130 നിന്ന് 153 വരെ 23 പോയിന്റ്. അതിനിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നമുക്ക് മൂവ്മെന്റ് സ്കാൽപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 12:30ക്ക് ശേഷമാണ് നമ്മൾ മൂവ്മെന്റ് പ്രതീക്ഷിച്ചത്. 12ാമത്തെ ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത്. അതനുസരിച്ചിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് ബാക്കി വൈകിട്ട് ഉള്ള മൂവ്മെന്റ് നോക്കാം. ഇപ്പോഴൊന്നും ആയിട്ടില്ല, ഇനിയും മാർക്കറ്റൊക്കെ മൂവ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. 30 മിനിറ്റിന്റെ RSI ബേസ് ചെയ്തിട്ട് 25,385 വരെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട്. ഇതൊന്നുമല്ല. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. RSIയിൽ 50 മിനിറ്റ്സിൽ ക്രോസ് ഓവർ ഡൗൺ സൈഡിലേക്ക് വന്നതാണ്. പക്ഷേ 130ൽ സപ്പോർട്ട് എടുക്കും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വന്നതിൻ്റെ റീസൺ 30 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്ക് നിന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളവിടെ 130ൽ രണ്ടും കൽപ്പിച്ചൊരു എൻട്രി നമ്മളവിടെ പാസ്സാക്കിയതും 163 മുകളിലോട്ട് പോയാൽ മാത്രമേ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യൂ എന്നുള്ളൊരു തീരുമാനം എടുത്ത്. ഇപ്പോൾ 153ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 130.51 ഓൾറെഡി 21 പോയിന്റിലാണ് നിൽക്കുന്നത്. പിന്നെ ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 145 ഒക്കെ ഒരു ബെറ്റർ ഓപ്ഷനാണ്. ഉച്ചയ്ക്ക് ശേഷം അടുത്തൊരു ബ്രേക്ക് നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 167ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. അതിൽ നോക്കാനുള്ളത് 30 മിനിറ്റിൽ RSI 50% ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ. അത് 25,385 ടിക്ക് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. 15 മിനിറ്റ്സിൽ RSI 25,307 എന്ന് പറഞ്ഞാൽ നമ്മളെ ടാർഗറ്റിൽ സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുകയാണ്.
ഇവിടെ നിന്നൊരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ 25,400 മാർക്കറ്റ് പോകുന്നത്. അതും കഴിഞ്ഞാൽ പിന്നെയും മേളിലോട്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പോൾ 167 അവിടെ ഒരു കൺസോൾട്ടേഷൻ സോണായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള മെജോറിറ്റി സ്ഥലങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് റിവേഴ്സ് ആവാം. എനിവേ അപ്പോൾ മാർക്കറ്റ് 167 ലെവലിലേക്ക് പോയി. അപ്പോൾ താഴത്തുനിന്ന് എടുത്തിട്ട് ട്രെയിൽ ചെയ്ത് നമ്മൾ വന്നു കഴിഞ്ഞാലാണ് മാർക്കറ്റിൽ ഹ്യൂജ് മൂവ്മെന്റോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. 12 ക്യാൻഡലിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഔട്ട് പറഞ്ഞത്. 30 മിനിറ്റിന്റെ RSI അപ്പർ സൈഡ് ആയിരുന്നു. 15 മിനിറ്റ്സിന്റെ RSI അപ്പർ സൈഡിലേക്ക് കർവ് ചെയ്തു. 167 ലെവലിലേക്ക് സിംഗിൾ ക്യാൻഡിലാണ് മാർക്കറ്റ് വന്നത്, സ്ട്രഗിൾ ചെയ്തിട്ട്. ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റിലേക്കൊക്കെ എത്താൻ പറ്റും. അപ്പം 30 മുതൽ 67 വരെ 37 പോയിന്റാണ് ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ 15 മിനിറ്റ്സിൽ ഇനി ഒരു റിജക്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 2-ാം തീയതി 11:30 ക്യാൻഡിലുണ്ട്, ഫ്യൂച്ചറിൻ്റെ ഒരു ക്യാൻഡിലുണ്ട്. ആ ക്യാൻഡിലിൻ്റെ ഹയർ ലെവലിൽ വരെ വരും എന്നുള്ളൊരു പ്രതീക്ഷ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ 167 ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് അടിച്ചിട്ടത്. 145 താഴത്തോട്ട് ട്രെയിൽ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് 167 കൂടെ നോക്കാം. ഇനി അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് കയറിപ്പോയാൽ 173, 180. ഇപ്പോൾ 12:30 ശേഷമുള്ള മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടായത്. വളരെ സിംഗിൾ ക്യാൻഡിലാണ് 53, 63, 67, 10-15 പോയിന്റ് മാർക്കറ്റിൽ മൂവ് ചെയ്ത്. കാരണം ഡെൽറ്റ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ റീച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റും ഓൾമോസ്റ്റ് റീച്ച് ചെയ്തു. അത് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു 21 പോയിന്റ് അല്ലെങ്കിലൊക്കെ മേലെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. അപ്പോൾ എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് തോന്നുന്ന ഒരു 3-4 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി എഡിറ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വേണം നമുക്ക് അത് എഡിറ്റ് ചെയ്ത് കയറ്റാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഭാഗവും ഇപ്പോൾ ഈ ലാസ്റ്റത്തെ ഭാഗവും മാത്രം കയറ്റിയാൽ മതി എന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഒരു മണിക്കൂറിൽ വീഡിയോ നിൽക്കും. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാവും, ലാസ്റ്റ് നടന്ന കാര്യങ്ങളും ഏറെക്കുറെ മനസ്സിലാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.